തമിഴകത്തിലെ സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമാ ലോകത്തെ എപ്പോഴും ജനങ്ങൾ കാണുന്നത് വലിയ തരത്തിലുള്ള ആരാധനയോടെയാണ്. അതിലെ നായികമാരെ ആയിക്കോട്ടെ അവരെല്ലാം ജനങ്ങൾ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ ഒരുപക്ഷെ ദൈവങ്ങളെ പോലെയൊക്കെ കണ്ട് അമ്പലങ്ങൾ പണിയുന്ന സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട്. ഇവിടെ അമ്പലം പണിത ചരിത്രങ്ങൾ വരെയുണ്ട്. ഖുശ്ബുവിനടക്കം തമിഴ്നാട്ടിൽ അമ്പലങ്ങളുണ്ട്, ഇപ്പോഴും അവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അങ്ങനെ തമിഴകത്തിലുള്ള സിനിമാ മേഖലയിലെ പലർക്കും താരാരാധന എന്ന് പറയുന്നത് വലിയ തരത്തിൽ വളരെ വലുതാണ്. തൻ്റെ അംഗങ്ങളെക്കാൾ വലിയ തരത്തിലാണ് താരങ്ങളെ ഇവർ വാഴ്ത്തിപ്പാടുന്നത്, അതുപോലെ ദൈവതുല്യരായി കാണുന്നത്. ഇത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ പലരും പറഞ്ഞു കേൾക്കുന്നത് സ്നേഹിക്കാൻ ഏറ്റവും അധികം അറിയുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടുകാരെന്നാണ്. അവർക്ക് നിഷ്കളങ്കരായ മനുഷ്യരാണെന്നും അവരവിടെ സ്നേഹമായിരുന്നാലും ദേഷ്യമായിരുന്നാലും സങ്കടമായിരുന്നാലും എല്ലാം വളരെ വേഗം, വളരെ വൈകാരികമായി, വളരെ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെന്നാണ്. പക്ഷേ ഈ വൈകാരികത പലപ്പോഴും വലിയ ആപത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുമെങ്കിലും അവർ ഇപ്പോഴും അത് തുടരുക തന്നെയാണ്. വലിയ തരത്തിൽ അത് തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും താരാരാധന, അതുപോലെ തന്നെ വ്യക്തി ആരാധന, ഇതൊക്കെ വലിയ തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വിജയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഈ സ്വീകാര്യതയും കഴിഞ്ഞ ദിവസം ആ സ്വീകാര്യതയിലൂടെ ഉണ്ടായ മരണങ്ങളും. ഏതാണ്ട് 41ഓളം പേരാണ് കരൂരിൽ നടന്ന വിജയുടെ സമ്മേളനത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. ഇതിൽ 1.5 വയസ്സായ കുഞ്ഞടക്കം, ഒരു കുടുംബത്തിലെ 4ഉം 5ഉം പേരടങ്ങുന്നവരടക്കം ഒട്ടനവധി പേർ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച്, ആ കുടുംബാംഗങ്ങളെ ചേർത്ത് വെച്ച് മാതാപിതാക്കൾ കരയുന്നത്, അലമുറയിടുന്നത്, നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നതൊക്കെ രാജ്യത്തെ ഓരോ ജനങ്ങളും ചങ്ക് തകർന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും തമിഴ്നാട്ടിലെ ആരാധനയെ കളിയാക്കിക്കൊണ്ട് മലയാളികൾ അടക്കമുള്ളവർ വലിയ തരത്തിൽ ട്രോളുന്നുണ്ട്, വലിയ തരത്തിൽ കളിയാക്കുന്നുണ്ട്, വലിയ തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇതിനെ നേരം എടുത്തില്ലേ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി മലയാളികളുണ്ട്. ഇത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു, വാദപ്രതിവാദങ്ങൾക്ക് ഇടവയ്ക്കുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലെ അവരുടെ കൾച്ചർ, അവരുടെ രീതിയെക്കുറിച്ച് കളിയാക്കുന്ന, ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല വാക്കുകളും മലയാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഈ പറഞ്ഞ കരൂരിൽ നടന്ന അപകടം അതൊരു പക്ഷേ തമിഴ്നാട്ടിലെ തന്നെ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അപകടമായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഏത് നിമിഷവും വിജയ് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ നരേന്ദ്രമോദി അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, തമിഴ്നാട്ടിലെ മന്ത്രിയായ, അതായത് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ അടക്കമുള്ളവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. MP മാർ, MLA മാർ ഇവരെല്ലാം വന്ന് അനുശോചനം അറിയിക്കുന്നുണ്ട്. വിജയ്ക്ക് അവിടെ എത്താനുള്ള അനുമതിക്ക് വേണ്ടി കോടതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നടക്കുന്ന ഒരു വഴിക്ക് നടക്കുമ്പോഴും അവിടെ വലിയ തരത്തിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ കളിയാണെന്ന് TVK ആരോപിക്കുമ്പോൾ ഇത് TVKയുടെ ധാർഷ്ട്യമാണെന്ന് മറ്റുള്ളവരും ആരോപിക്കുന്നുണ്ട്. വിജയ് മാത്രമാണ് ഇതിന് കാരണമെന്നും ആരോപിക്കുന്നവരുണ്ട്. ഈ ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ ജനങ്ങൾക്കുണ്ടാകുന്ന, നിഷ്കളങ്കരായ ജനങ്ങൾക്ക് മരണത്തിന് ആരുത്തരവാദിത്തം പറയുമെന്നുള്ള ചോദ്യവും അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ ട്രോളുകളും വലിയ തരത്തിലുണ്ടാകുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തിനെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, വലിയ തരത്തിലുള്ള കളിയാക്കലുകൾ ഉണ്ടാകുന്നു, വലിയ തരത്തിലുള്ള ട്രോളുകൾ ഉണ്ടാകുന്നു. ഈ ട്രോളുകളെല്ലാം എടുത്തു പറയുന്നത് ഇവർക്കെന്തിനാണ് ഒരാളെ കാണുമ്പോൾ ഇത്ര ആരാധന, എന്തിനാണ് ഒരുത്തൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വന്നു എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ പിറകെ പോയി മണിക്കൂറുകളോളം നിൽക്കുന്നത്, ഇങ്ങനെ പോയി ആൾക്കൂട്ടം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് മലയാളികൾ പറയുന്നത്. അങ്ങനെ പറയുന്ന മലയാളികൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ സണ്ണി ലിയോണി വരുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ആൾക്കൂട്ടം അതെന്ത് പ്രബുദ്ധതയാണ് എന്ന് കൂടി ചോദിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടുകാരെ കളിയാക്കുന്ന, തമിഴകത്തെ കളിയാക്കുന്ന, അവരുടെ താരാരാധനയെ കളിയാക്കുന്ന, അവരുടെ ആ ചെയ്തികളെ കളിയാക്കുന്ന മലയാളികൾ, മലയാളിയുടെ ഈ പറഞ്ഞ വലിയ സാക്ഷര കേരളത്തിലെ മലയാളികൾ അവർ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യമുയരുന്നത്. ഇവിടെ സണ്ണി ലിയോണി വന്നപ്പോൾ നിങ്ങൾ നടത്തിയൊന്നും ആൾക്കൂട്ടമൊന്നും അല്ലേ? നിങ്ങളാരും ഈ താരാരാധനയോ അല്ലെങ്കിൽ സണ്ണി ലിയോണി കാണാനോ അല്ലേ പോയത്? അവിടെ ഈ ആൾക്കൂട്ടം ഉണ്ടായില്ലേ? അവിടെ ഈ അപകടം ഉണ്ടായെങ്കിൽ ആരെ പറയുമായിരുന്നു? അത് തന്നെയല്ലേ ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണല്ലോ തമിഴ്നാട്ടിലും നടന്നിട്ടുള്ളത്. ഇവിടെ മമ്മൂട്ടി വന്നാലോ, മോഹൻലാൽ വന്നാലോ, സണ്ണി ലിയോണി വന്നാലോ, ഷാരൂഖ് ഖാൻ വന്നാലോ, അതുപോലെ ഏത് താരങ്ങൾ വന്നാലും റോഡ് ബ്ലോക്ക് ചെയ്ത് മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടാക്കി, അവിടെ കിടന്ന കലബില ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, അടിയുണ്ടാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ വേടൻ്റെ പ്രോഗ്രാമിൽ നടന്ന അടി വരെ നാം കണ്ടതാണ്. വേടൻ വേദിയിൽ നിന്നും ഈ പറഞ്ഞ അണികളെ നോക്കി, ഈ പറഞ്ഞ ആരാധകരെ നോക്കിയിട്ട് ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഇങ്ങനെ അടിയുണ്ടാക്കല്ലേ, എന്താണത്, മലമാട് പോലെ വളർന്നില്ലേ എന്നൊക്കെ പറയുന്ന
ആ വീഡിയോയും നാം കണ്ടതല്ലേ. അങ്ങനെ സണ്ണി ലിയോണിക്കും ഈ പറഞ്ഞ മറ്റ് താരങ്ങൾക്ക് വേണ്ടി കൂട്ടം കൂടുന്ന ഇതേ പ്രബുദ്ധ മലയാളികളെന്ന് സ്വയം പറയുന്ന ആൾക്കാരെല്ലാം തമിഴ്നാട്ടിലെ ഈ ഒരു അപകടത്തെ കളിയാക്കുന്നതിൽ ധാർമ്മികത എന്താണ് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവർ കുറച്ച് അധികമായി ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. അവർക്കവിടെ ഈ പറഞ്ഞ സ്നേഹിക്കാൻ അതിർവരമ്പുകൾ വെക്കാറില്ല. സ്നേഹിക്കാൻ അവർക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അവരിതൊരു പക്ഷേ അമ്പലം വരെ പണിതാണ് കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നത്, ദീപാരാധന നടത്തുന്നത്, അതുപോലെ പൂജ നടത്തുന്നതൊക്കെ. ഖുഷ്ബുവിനൊക്കെ ഇപ്പോഴും ഖുഷ്ബുവിന് വേണ്ടി പണിയെടുപ്പിച്ച ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജ നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണേണ്ട കാര്യമാണ്. ഇവിടെ പക്ഷേ പൂജ നടക്കുന്നില്ലെങ്കിലും വ്യക്തി ആരാധന, താരാരാധനയൊക്കെ വലിയ തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് വേണ്ടി ആരാധനാ കഥാപാത്രങ്ങളായി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നരേന്ദ്രമോദി ഈ താരപുരുഷനാണെന്നും ദൈവപുരുഷനാണെന്നും തൻ്റെ അച്ഛനെക്കാളും വലുതാണെന്ന് പറയുന്ന ആൾക്കാർ ഉള്ള നാടാണ് കേരളം. അതുപോലെ പിണറായി വിജയനെ അതുപോലെ കാണുന്ന, പിണറായി വിജയൻ്റെ ഒരു വാക്കിന് മറുവാക്കില്ലാത്ത നടക്കുന്ന ആൾക്കാരും ഇന്ന് കേരളത്തിലുണ്ട്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അടക്കം വലിയ തരത്തിൽ കൊണ്ടാടുന്ന, ആഘോഷിക്കുന്ന ആൾക്കാർ ഉണ്ടാകുന്ന കേരളത്തിൽ ഇവർ നിന്ന് പറയുകയാണ് തമിഴ്നാട്ടുകാർ അല്ലെങ്കിൽ തമിഴന്മാരെല്ലാം എന്താണ് കാണിക്കുന്നതെന്ന് കളിയാക്കുമ്പോൾ ആ ധാർമ്മികത ഇടയ്ക്കൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നാം ചെയ്യുന്നത് തന്നെയാണ് അവിടെ അവരും ചെയ്യുന്നത്. അവിടെ ഒരു അപകടമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നതിന് പകരം അവരെ കളിയാക്കുന്നതിലെ ധാർമ്മികത ഒന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കി ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, സണ്ണി ലിയോണിക്ക് വേണ്ടി മണിക്കൂറുകൾ ബ്ലോക്കാക്കിയ നിങ്ങൾ, മമ്മൂട്ടി വരുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ ബ്ലോക്കാക്കിയ നിങ്ങൾ, ദുൽഖർ സൽമാന് വേണ്ടി മണിക്കൂറുകൾ റോഡ് ബ്ലോക്ക് ചെയ്ത് അപകടം വരുന്ന രീതിയിൽ ഷോ ഓഫ് കാണിക്കുന്ന നിങ്ങൾ, ഇത് അതേ രീതിയിൽ തന്നെ കേരളത്തിലെ പല നേതാക്കൾക്ക് വേണ്ടിയിട്ടും പല നായക നടന്മാർക്ക് വേണ്ടിയിട്ടും വേടന് വേണ്ടിയിട്ടും ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടും പിണറായി വിജയന് വേണ്ടിയിട്ടും അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ BJPയുടെ പ്രമുഖ നേതാവായ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടും അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത് നടത്തുന്ന ഈ പറഞ്ഞ പ്രകടനങ്ങളും അതുപോലെ ആഘോഷങ്ങളുമെല്ലാം ഒരു അപകടത്തിലേക്ക് വഴിവെച്ചാൽ ഉണ്ടാകുന്ന അതേ വിമർശനങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടാകാവൂ. ഇവിടെയും ഒരു അപകടമാണ് ഉണ്ടാകുന്നത്. ആ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നാമെങ്കിലും മനസ്സിലാക്കണം. അവിടെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നതിന് പകരം ട്രോളുക അല്ലെങ്കിൽ കളിയാക്കുക, ഇതെന്ത് ആരാധനയാണെന്ന് ചോദ്യം ചെയ്യുക, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത്. പല ഭാഗത്തുനിന്നും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത ഒരു കാര്യം അത് ശരിയും മറ്റൊരാൾ ചെയ്യുമ്പോൾ തെറ്റുമാകുന്നതിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇന്നല്ല ഇതൊന്നും ഉണ്ടാകുന്നത്, തമിഴ്നാട്ടിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. പണ്ട് നമുക്കറിയാം ഈ പറഞ്ഞ ജയലളിത മരിച്ചപ്പോഴുണ്ടായ ആൾക്കൂട്ടം നാം കണ്ടതാണ്. അതുപോലെ തന്നെ MGRൻ്റെ മരണസമയത്ത് നടന്ന സമയങ്ങൾ, ആ മരണസമയത്തുണ്ടാകുന്ന ആൾക്കൂട്ടം, വിലാപയാത്ര, അങ്ങനെ തുടങ്ങി ഓരോ സമ്മേളനങ്ങൾക്കും ഓരോ പരിപാടികൾക്കും അവിടെ എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. അവിടെ വ്യക്തി ആരാധന കുറച്ചുകൂടി കൂടുതലാണ്. കാരണം അവിടെ ജയലളിതയ്ക്ക് കിട്ടിയ ഒരു ഇമ്പാക്റ്റ്, ജയലളിതയ്ക്ക് കിട്ടിയ ഒരു താരപരിവേഷം എന്നത് MGRൻ്റെ മരണസമയത്ത് ജയലളിത എത്തുമ്പോൾ ജയലളിതയെ ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഇറക്കി വിടുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിറങ്ങിപ്പോകുന്ന ജയലളിതയ്ക്ക് പിന്നീട് വലിയ താരപരിവേഷം കിട്ടുന്നു. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ എപ്പോഴും അതിവൈകാരികമായി എല്ലാത്തിനെയും കാണുന്ന ആൾക്കാരാണ്, അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. അവിടെ വൈകാരികത എല്ലാത്തിലും ഉണ്ടാകുന്ന, അത് സ്നേഹത്തിലായിക്കോട്ടെ, ദേഷ്യത്തിലായിക്കോട്ടെ, സങ്കടത്തിലായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും അതിവൈകാരികമായി പ്രകടിപ്പിക്കുകയും വലിയ തരത്തിൽ അവർ ആഘോഷമാക്കുകയും ഈ പറഞ്ഞ നേതാക്കളെ, താരരാജാക്കന്മാരെ, താരറാണികളെ എല്ലാവരെയും തൻ്റെ കുടുംബത്തെക്കാൾ വലുതായി കാണുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ശരീരത്തിൽ പച്ചകുത്തുന്ന ആൾക്കാരുണ്ടാകുന്നു. ശരീരത്തിൽ നായക നടന്മാരുടെ മുഖം, നായക നടിമാരുടെ മുഖം, അതുപോലെ താരറാണിമാരുടെ മുഖം, പേരുകൾ, ഇതെല്ലാം പച്ചകുത്തി നടക്കുന്ന ആൾക്കാർ അവിടെയുണ്ട്. അവിടെ അതെല്ലാം അതിവൈകാരികമായി അവർ പ്രകടിപ്പിക്കുന്നവരാണ്. ഇതെല്ലാം ഇവിടെയും നമുക്കുണ്ടാകുന്നുണ്ട്. ഇത് എല്ലാ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. എല്ലാ നാട്ടിലും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരപകടം ഉണ്ടാകുമ്പോൾ ഈ കളിയാക്കുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അതിൽ വിയോജിപ്പ് നടത്തുക തന്നെ വേണം. ഈ വിയോജിപ്പ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നതും അവിടെ അവർ ചെയ്യുന്നതും ഒരേ കാര്യമാണ്. തുല്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. നിങ്ങൾ നടത്തുന്ന ഈ പറഞ്ഞ ഫാൻസിൻ്റെ മീറ്റും അതുപോലെ അവർ നടത്തുന്ന ഈ പരിപാടിയും രണ്ടും ഒരേ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.